യഹോവ അരുളി ചെയ്തത്, മിശ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ നിലവിളി, കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു. കൈ അവിടെ വെച്ചോണേ. സ്വത്രം. ദൈവത്തിന്റെ ജനം നിലവിളിച്ചാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തിന്റെ പൈതൽ മുഴങ്കാല് മടക്കിയാൽ സർവശക്തനായ ദൈവം അവരെ അടുക്കൽ ഇറങ്ങി വരും. ദൈവ പൈതൽ ദൈവമുഖത്തേക്ക് നോക്കിയാൽ സർവശക്തനായ ദൈവം തൻ്റെ മുഖത്തെ തന്നിലേക്ക് തിരിക്കും. സ്വത്രം. ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം നോക്ക്, ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവർ അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് മിശ്രയീമിലേക്ക് പോകപ്പെട്ടു. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ പിശാച് അലറുന്ന സിംഹം പോലെ നിങ്ങളെ വിഴുങ്ങേണ്ടതിന് ഊടാടി സഞ്ചരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പിശാചിന്റെ കരത്തിൽ വീഴാതെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ആ കരുണയുള്ള ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആര് തയ്യാറായാലും അവർ ഒരിക്കലും ക്ഷീണിച്ചും തളർന്നും തകർന്നും വീഴുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ വിശ്വാസം അത് പൂർണ്ണമാണെങ്കിൽ മാത്രമേ ആ മഹത്വത്തിൽ ഉറപ്പോടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. നോക്ക്, ഫറവോന്റെ ഇഷ്ടികക്കളത്തിൽ കിടന്ന് ഇസ്രായേൽ ജനം മുഴുവനും നരകയാതന അനുഭവിക്കുമ്പോൾ സ്വത്രം അവർ ദൈവത്തിങ്കലേക്ക് നോക്കി തങ്ങളുടെ കുറവുകളെ അവർ സമ്മതിച്ചുകൊണ്ട് നിലവിളിക്കുക. ഈ കഷ്ടപ്പാടിൽ നിന്ന്, ഈ വേദനയുടെ അനുഭവത്തിൽ നിന്ന്, ഈ നഷ്ടങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണമേ. ഈ രാത്രി വ്യക്തമായി പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എല്ലാം സർവശക്തനായ ദൈവം അറിയുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞാൽ മാത്രമേ അവൻ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണ്ട എന്നും അവൻ തിരിച്ചറിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വ്യക്തമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്തോ അത് സർവശക്തന്റെ കരത്തിൽ കൊടുത്താൽ അവൻ തക്ക സമയത്ത് അതിന് മറുപടി തന്ന് നിറയ്ക്കും. ഇസ്രായേൽ ജനം നിലവിളിക്കുന്നത് ഈ ഇഷ്ടിക കളത്തിൽ നിന്ന്, ഈ അടിമ വേലയിൽ നിന്ന് തങ്ങൾക്കൊരു മോചനം വേണം. പിശാച് നാളുകളായി അവരെ അവിടെ ഇട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുകളെ, വ്യക്തമായി നിങ്ങളോടും പറയട്ടെ, ഏതെല്ലാം നിലവാരത്തിൽ ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിച്ച് ശ്രമിച്ചിട്ടും ഉയരാൻ കഴിയാതെ ഓരോ നാളും നീ തകർക്കപ്പെടുന്നെങ്കിൽ പിശാച് നിന്റെ മേൽ ഉണ്ടെന്നുള്ള കാര്യം നീ തിരിച്ചറിയണം. ആ പിശാചിനെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നീ പ്രാപിച്ചേ മതിയാകൂ. ദൈവവചനം പഠിച്ചേ മതിയാകൂ. ദൈവത്തോട് കൂടെ നിന്നേ മതിയാകൂ. ദൈവം പറയുന്ന പ്രകാരം യാത്ര ചെയ്തേ മതിയാകൂ. അങ്ങനെയെങ്കിൽ പിശാച് നിന്നെ വിട്ട് ഓടി പോകുവാനിടയായി തീരും. ഇസ്രായേൽ ജനത്തിന് മനസ്സിലായി, തങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് ഈ അടിമത്തത്തിലേക്ക് അവർ വന്നു വീണത്. ഈ അടിമത്തത്തിൽ കിടന്ന് തകർന്നു പോകുന്നതിലും അപ്പുറത്ത് ദൈവത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചാൽ സമാധാനത്തോടെ കുടുംബ ജീവിതം നയിക്കാം എന്നവർ ആഗ്രഹിച്ചു. സ്തോത്രം. അവർ ദൈവസനം നിലവിളിച്ചപ്പോൾ സർവശക്തനായ ദൈവം ആ നിലവിളി കേട്ടു. എന്റെ ദൈവത്തിന്റെ കാത് കേൾപ്പാൻ മന്ദമായിട്ടിരിക്കുകയല്ല. എന്റെ ദൈവം നിന്റെ കഷ്ടപ്പാടുകൾ കാണാതെ ഇരിക്കുന്ന കണ്ണു കുരുടായിട്ടുള്ളവനല്ല. സ്വത്രം. പിന്നെ എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പുസ്തകം പഠിച്ചാൽ അവിടെ കാണും, നിങ്ങളുടെ അകൃത്യങ്ങളാണ് ദൈവത്തെയും നിങ്ങളെയും അകറ്റുന്നത്. വ്യക്തമായി തിരിച്ചറിയണമേ. നാം പലപ്പോഴും പറയില്ല, എന്നിനൊരു കുറവുമില്ല, എന്നിനൊരു കുഴപ്പവുമില്ല. പക്ഷെ വ്യക്തമായി ഞാൻ ചോദിക്കട്ടെ, വചനം പറയുന്ന പ്രകാരമാണോ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? വചനം പറയുന്ന പ്രകാരമാണോ നിങ്ങൾ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുന്നത്? വചനം പറയുന്ന പ്രകാരമാണോ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്? ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വ്യക്തമായി പറയട്ടെ, സ്വത്രം, ദൈവം അവരെ മടക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം അവരെ മടക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ട് സ്വത്രം ഒരു മോശയെ അവരുടെ നടുവിലേക്ക് സ്വർഗം അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി
വ്യക്തമായി പറയട്ടെ, നീ കരഞ്ഞാൽ കുഞ്ഞേ സർവശക്തൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. നീ നിലവിളിച്ചാൽ എന്റെ അപ്പനാണെങ്കിൽ അവിടെ ഇരിക്കത്തില്ല, നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്റെ കണ്ണുനീര് തുടച്ച് മാനിക്കും. ഒരു പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർക്ക് നിന്റെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞു വരത്തില്ല. സ്വത്രവും ഒരു പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവര് നിന്റെ കണ്ണുനീര് കണ്ടെന്നു വരത്തില്ല. പക്ഷെ നീ കരയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ സ്വർഗം നിന്റെ കണ്ണുനീരിന് വ്യക്തമായി മറുപടി തരും. അത് നിനക്ക് ആശ്വാസവും അനുഗ്രഹമായി മാറ്റപ്പെടും. നാളുകളായി ദൈവത്തിന്റെ ജനം നിലവിളിച്ചപ്പോൾ സർവശക്തനായ ദൈവം ഒരു മോശയെ എഴുന്നേൽപ്പിച്ചു. സ്വത്രം. പിശാചിന്റെ പദ്ധതിയെ നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. സ്വത്രം. മോശ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ പിശാച് അടുത്ത പരിപാടി പ്ലാൻ ചെയ്തു. സ്വത്രം. എന്താ അടുത്ത പരിപാടി പ്ലാൻ ചെയ്തത്? സ്വത്രം. സകല കുഞ്ഞുങ്ങളെയും കൊന്നു കളയേണ്ടതിന് രാജാവിന്റെ കരത്തിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ചു വിളംബരം നടത്തി. സ്വത്രം. ദൈവ പൈതലേ, നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം പിശാച് നിന്നോട് പോരാടിക്കൊണ്ടിരിക്കും. നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം പിശാചിനോട് പോരാടിക്കൊണ്ടിരിക്കും. നിന്റെ കൂട്ടാളുടെ മേൽ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം പിശാച് നിന്നോട് പോരാടിക്കൊണ്ടിരിക്കും. കാരണം പ്രാർത്ഥിക്കുന്നത് നീയാ. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അപ്പുറം പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കും. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഏത് തരത്തിലും തകർക്കണം, മുടക്കണമെന്ന് ചിന്തിച്ച് അവൻ നാലുപാടുന്ന വ്യക്തിത്വം എഴുന്നേൽപ്പിച്ച് നിന്റെ വായടപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ വ്യക്തമായി പറയട്ടെ, വചനം പറയുന്നു 3 മാസം മോശയെ ഒളിപ്പിച്ചു വെച്ചു. സ്വത്രം. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ സ്വത്രം അവർ ഭയം കൂടാതെ മോശയെ ഒളിപ്പിച്ചു വെച്ചു. സ്വത്രം. 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ വീണ്ടും ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ കടന്നു വന്നു. ആ മാതാവും പിതാവും ചേർന്ന് ആ കുഞ്ഞിനൊരു ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കി അതിനെ നൈൽ നദിയിൽ കൊണ്ടൊഴുക്കി. സ്വത്രം. വ്യക്തമായി പറയട്ടെ, തന്റെ കുഞ്ഞിനെ തനിക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം, തന്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടെ അവർ ഒരു പെട്ടകമുണ്ടാക്കി നൈൽ നദിയിൽ ആ കുഞ്ഞിനെ കൊണ്ടൊഴുക്കി. അവർക്കൊരു പ്രതീക്ഷയുണ്ട്. സ്വത്രം. ഈ നൈൽ നദിയിൽ കിടക്കുന്ന മുതലയും ചീങ്കണ്ടിയും ഒക്കെ എന്റെ കുഞ്ഞിനെ പിടിച്ചില്ല എങ്കിൽ അവനേതെങ്കിലും ഒരു കരത്തിൽ സുരക്ഷിതമായി എത്തിച്ചേരും. ഈ നല്ല രാത്രി നിങ്ങളോട് പറയട്ടെ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി കളയാതെ വിശ്വാസത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങൾ കൊണ്ടിട്ടാലും സ്വർഗമ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നീ നിന്റെ സന്തതി എത്തിച്ചേരും. അതിന് സർവശക്തനായ ദൈവം നിനക്ക് കാവൽ നിൽക്കും. വിശ്വസിക്കണം കൂടപ്പുറപ്പുകളെ, സഹോദരങ്ങളെ, വിശ്വസിക്കണം. ആരൊക്കെ മാറിപ്പോയാലും മാറാത്തവൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൻ അന്ത്യത്തോളം നിന്നെ കരം പിടിച്ച് നടത്തും. അവനെ ആരെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ നിന്നെ വിട്ടു പോകത്തില്ലെന്ന് വിശ്വസിയുടെ മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്വത്രം. സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയെ ഒരു പിശാചിനും പൊളിക്കാൻ കഴിയത്തില്ല. നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ ഒരു ശത്രുവിനും ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ സന്തതിക്ക് വേണ്ടി വച്ചിരിക്കുന്ന അനുഗ്രഹം മറ്റൊരു കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന ശുഭകർമ്മകത്ത് നീ എത്തുന്ന നാൾ വരെയും നിന്നെ ഒതുക്കിക്കെട്ട് ഒരു ശത്രുവിനും വിട്ടുകൊടുക്കത്തില്ല. വിശ്വാസം ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവന്റെ ഉപനിധിയ, അവൻ അന്ത്യത്തോടെ എന്നെ നടത്തും. ഞാൻ ഒരിക്കലും പരാജയപ്പെടാൻ എന്റെ കർത്താവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ആര് മോശയെ തകർക്കണമെന്ന് പ്ലാൻ ചെയ്തോ അവരുടെ വീട്ടിൽ മോശ വളർന്നു. വ്യക്ത
വ്യക്തമായി പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കും ഇനിയൊരു ശുഭയാത്ര മുൻപിലില്ലല്ലോ, ഇവിടെ കൊണ്ട് തീർന്നല്ലോ, ആരും സഹായിപ്പാനില്ലല്ലോ, വരാമെന്ന് പറഞ്ഞവരെല്ലാം പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണ്ടോ, ഇനി എപ്രകാരമാണ് ഞാൻ മുൻപോട്ട് യാത്ര ചെന്ന് ചോദിച്ച് പകച്ചു നിൽക്കുമ്പോൾ നീ പോലും അറിയാത്ത ഒരു പുത്തൻ വാതിൽ സ്വർഗ്ഗം നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വിശ്വാസത്തോടെ അവങ്കലേക്ക് നോക്ക്. വചനം പറയുന്നു, അവങ്കലേക്ക് നോക്ക്, രക്ഷ പ്രാപിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം. നോക്ക്, മോശ വളർന്നത് ഫറവോന്റെ കൊട്ടാരത്തിലാണ്. സ്വത്രം. നോക്ക്, ആര് അവനെ തകർക്കാൻ ആഗ്രഹിച്ചോ അവന്റെ കരത്തോടെ മോശ വളർന്നു വലുതായി. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ ആരൊക്കെ കരുക്കൾ നിൽക്കുമോ അവരുടെ മുമ്പിൽ നീ വളർന്നു വരുന്നത് അവരുടെ കണ്ണുകൊണ്ട് കാണും. അതിനൊരു വഴി അവരും നിനക്കൊണ്ട് ഒരുക്കിയിരിക്കും. പ്രതികൂലം നിന്റെ മുമ്പിൽ ഉണ്ടെന്ന് കരുതി നീ ഒരിക്കലും ഭയപ്പെട്ട പുറകോട്ട് നോക്കരുത്. വചനം പഠിപ്പിക്കുന്നത് അവങ്കലേക്ക് നോക്കുന്ന പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന്. അങ്ങനെയെങ്കിൽ പുറകോട്ട് നോക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് യാത്ര ചെയ്യും. പുറകോട്ട് നോക്കിയാൽ നീ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തത്തില്ല, നീ ആഗ്രഹിച്ചതല്ല പ്രാപിക്കത്തില്ല, നീ ആഗ്രഹിച്ച സ്ഥലത്ത് നീ എത്തത്തുമില്ല. എന്നാൽ ഉയരങ്ങളിലേക്ക് നോക്കി നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ സ്വർഗ്ഗത്തിലെ നിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിൽ നിന്നെ കൊണ്ടെത്തിക്കും. അബ്രഹാമിനോട് തന്റെ ഭവനം വിട്ട് ഇറങ്ങി പുറപ്പെടാൻ സ്വർഗത്തിലെ അപ്പൻ പറയുമ്പോൾ ആരോടും പറഞ്ഞില്ല. സ്വത്രം. താൻ ഇറങ്ങി പുറപ്പെട്ടു. ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്റെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെ കടന്നു വന്നപ്പം അബ്രഹാം പുറകോട്ട് നോക്കിയില്ല. അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യത്തിനെല്ലാം അക്കമിട്ട് മറുപടി നൽകി. വാഗ്ദത്ത നാട്ടിലെത്തിക്കുമ്പോൾ ഒരു ചോദ്യം അവൻ ചോദിച്ചു. സ്വത്രം. നീ എനിക്കെല്ലാം തന്നു. സ്വത്രം. നീ എനിക്ക് എല്ലാം തന്നു, പക്ഷേ നീ എന്നോട് ചെയ്തൊരു വാഗ്ദത്തം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രികാലം തന്നതല്ല ഇനിയും നിനക്ക് തരാനിരിക്കുന്നത് ഈ തന്നതിലും വലിയതാ. അത് മനസ്സിലാക്കിയിട്ട് നീ ഉയരത്തുള്ളത് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് നീ മുന്നേറാൻ ശ്രമിക്കുക. പ്രാർത്ഥനയിൽ കുറഞ്ഞു പോകരുത്, മടുത്തു പോകരുത്. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വെളിപ്പെടും കാലം വരെയും പിശാചിനെ വിട്ടുകൊടുക്കത്തില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ മുഴങ്കാലും അടക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം നിന്നിലേക്ക് വരും. അബ്രഹാം ചോദിച്ച ചോദ്യം ഇതാണ്: ഹോവേ, നീ എനിക്ക് എല്ലാ നന്മകളും തന്നു, പക്ഷേ വാഗ്ദത്തം ചെയ്ത സന്തതി എവിടെ? സ്വത്രം. നോക്ക്, വാഗ്ദത്തം ചെയ്ത സന്തതി എവിടെ? സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാങ്കി എണ്ണ്, അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. ഭൂമിയിലെ മണത്തരി എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ്, അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. പിന്നീട് മറുപടി ഒന്നും അബ്രഹാം പറഞ്ഞില്ല. ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം കൊടുത്തു. കൂടപ്പുറപ്പെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ആരൊക്കെ നിന്നെ അതിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ലോകം പഴിച്ചാലും നീ ദൈവത്തെ വിട്ടു പോകാതെ ദൈവസനെ മുഴങ്കാലും അടക്കാൻ നീ തയ്യാറാകുമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് നോക്കി യാത്ര ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ഒരനർത്ഥവും വന്ന് ഭവിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. സകല അനർത്ഥങ്ങളെയും എടുത്തു മാറ്റി നിന്നെ ജയത്തോടെ നടക്കും എന്റെ കർത്താവ്. Praise the Lord. നോക്ക്, ഈ രാത്രി വ്യക്തമായി 2 രാക്കാരുടെ പുസ്തകം സ്വത്രം 4:1 മുതൽ വായിക്കാമെങ്കിൽ അവിടെ ഒരു സഹോദരിയെ കാണാൻ കഴിയും. സ്വത്രം. 2 രാക്കാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം. Praise the Lord. നോക്ക്, മോശ വളർന്ന് സ്വത്രം എൻ്റെ ദൈവത്തിന്റെ ജനത്തിന് രക്ഷകനായി തീർന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്ന വഴിയുണ്ടല്ലോ, നിനക്ക് വേണ്ടി കരുതുന്ന നന്മകളുണ്ടല്ലോ. ഒരു കണ്ണിനും കാണാത്തതാ, ഒരു ഹൃദയത്തിലും തോന്നാത്തതാ, ഏറ്റവും ശ്രേഷ്ഠവും മെത്തരവുമായത് നിനക്ക് നിന്റെ സന്തതിക്കും തന്ന് നിന്റെ കണ്ണ് നിലവിളിച്ച് മാനിപ്പാൻ എന്റെ യേശുപ്പൻ മതിയായവന്. അതുകൊണ്ട് വിളിക്ക അനുസരിച്ച് വിശ്വസ്തയോടെ ദൈവസനെ നില്ല്. ഇടത്ത്
ഇടത്തും വലത്തും വീഴുന്നവരെ കണ്ട്, ഇടത്തും വലത്തും നിന്ന് കുറ്റം പറയുന്നവരെ വാക്ക് കേട്ട് താഴെ കിടക്കുന്നവരെ നിലവിളി കേട്ടിട്ടല്ല നിന്നെ ഇന്ന് ഉയർത്തി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് പറ, കർത്താവേ നീ ഒഴികെ ഒരു നന്മയുമില്ല. വായിച്ചേ. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. സ്തോത്രം. ആര്? പ്രവാചക ശിഷ്യന്റെ ഭാര്യ. സ്തോത്രം. എന്താണ് വസ്തുത? സ്തോത്രം. തന്റെ മക്കളെ സ്തോത്രം കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു. സ്തോത്രം. അവൻ ജീവിച്ച കാലം കുറെ ബാധ്യതകൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായുള്ളൂ. ഞങ്ങൾക്കൊരു ലാഭവും ഉണ്ടായില്ല. അവൻ നിന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഒത്തിരി ബാധ്യതകൾ. അതിപ്പോൾ അദ്ദേഹം മരിച്ചു. ഇപ്പോൾ എന്റെ മക്കളും കൂടി എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണ്ടു? ദേശത്ത് ആരുടെ അടുക്കൽ പോയില്ല? ദൈവപുരുഷന്റെ അടുക്കലാ പോയത്. ആ ദൈവപുരുഷൻ ചോദിക്കുന്ന ചോദ്യം നോക്കേ, നിന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. സ്വത്രം. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ ദൈവപുരുഷന്റെ അടുക്ക ചെല്ലുമോ? ഒരിക്കലും ചെല്ലത്തില്ല. സ്വത്രം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിൽ എല്ലാ നിലയിലും ഒറ്റപ്പെടുമ്പോൾ, എല്ലാവരിലും വെറുത്തുവെന്ന് തോന്നുമ്പോൾ, ഇനി ഒരു കണ്ണിനും ദയ തോന്നാൻ ഇല്ലല്ലോ എന്നോർത്ത് നിലവിളിക്കുമ്പോഴേ ദൈവത്തിന് സന്നി ചെല്ലത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സകല വഴികളും ഈ പാവപ്പെട്ടവരുടെ മുമ്പിൽ അടഞ്ഞപ്പോൾ അവൾ ദൈവപുരുഷന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യണം? എന്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ബാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് ഓർത്തിട്ട് ഒരു ഉത്തരം കെട്ടാൻ കഴിയാതെ പലപ്പോഴും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കരം നീട്ടി നാം പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് നീ ദൈവത്തോടൊന്ന് പറയാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരക്കുവാൻ, കരം നീട്ടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഈ രാത്രി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, അവന്റെ നാമമഹത്വത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ സന്തതിയും ആഹാരമേക്കാൻ സ്വർഗം വിടത്തില്ല. ഇന്നൊരു പക്ഷേ ഇത്തിരി കഷ്ടതയുണ്ട്, ഇന്നൊരു പക്ഷേ ഇത്തിരി കണ്ണുനീരുണ്ട്, ഇന്നൊരു പക്ഷേ ഇത്തിരി ഒറ്റപ്പെടലുണ്ട്, ഇന്നൊരു പക്ഷേ ഇത്തിരി വേദനയുണ്ട്. അതെല്ലാം എല്ലാ കാലത്തും ഉണ്ടായിരിക്കത്തില്ല. സ്വർഗം അതിനെ എടുത്തു മാറ്റും. മുഴങ്കാലുകളൊക്കെ ദൈവത്തിന് നീ ഒന്ന് കരയാൻ തുടങ്ങ്, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. നിന്റെ സങ്കടങ്ങളെ അവന്റെ സന്നിധി ഇറക്കി വെക്കാൻ തയ്യാറാക്. സ്വർഗം അതിന് മറുപടി തീരുമാനിക്കും. സ്വത്രം. അതിനൊന്നും നമുക്ക് സമയമില്ല. സ്വത്രം. നമ്മൾ ലോകപ്രകാരം എങ്ങനെ നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഓടുന്ന ഓട്ടത്തിൽ തകർന്നു വീഴുമ്പോഴും ദൈവമുഖത്തേക്ക് നോക്കുവാൻ പലപ്പോഴും നാം തയ്യാറാകാറില്ല. പക്ഷെ ആ പ്രിയപ്പെട്ടവൾ, അവൾക്കറിയാം എൻ്റെ ഭർത്താവ് ദൈവത്തിന്റെ വേല ചെയ്തിരുന്ന മനുഷ്യനാ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പോംവഴി ദൈവത്തിന് മാത്രമേ പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണ് ഏലിശയുടെ അടുക്കലേക്ക് ആ പ്രിയപ്പെട്ടവൾ ചെല്ലുന്നത്. ആ പ്രിയപ്പെട്ടവളോട് സ്വത്രം ഏലിശ പറയുന്നൊരു കാര്യം, നിന്റെ ഭവനത്തിനകത്ത് എന്തുണ്ട് അത് നീ എടുക്ക്. സ്വത്രം. അവൾ പറയുന്നു, തുരുത്തിയിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. സ്തോത്രം. വ്യക്തമായി പറയട്ടെ, ആ എണ്ണ വെറും പാത്രത്തിൽ പകരാനാണ് അവള് പറയുന്നത്. സ്വത്രം. എന്നിട്ട് നിന്റെ മക്കളുമായി കയറി കഥകടച്ച് അതിനകത്തിരിക്കാനാ പറയുന്നത്. സ്വത്രം. നോക്ക്, സർവശക്തനായ ദൈവം സ്വത്രം തന്റെ മകളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞ് സ്വത്രം അവരെ കലവറയെ എണ്ണ കൊണ്ട് നിറച്ചെങ്കിൽ ഈ രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഇല്ലായ്മകൾ അറിയുന്ന സർവശക്തൻ, നിങ്ങളുടെ വേദങ്ങൾ അറിയുന്ന സർവശക്തൻ, നിങ്ങളുടെ രോഗത്തെ കാണുന്ന സർവശക്തൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ശൂന്യത കാണുന്ന സർവശക്തൻ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ മതിയായവനായി ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മനസ്സുള്ളവനെന്ന് മനസ്സിലാക്കിയിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ആരെല്ലാം നിന്റെ കുഞ്ഞിനെ കണ്ടില്ലെന്ന് വരികിലും, ആരും നിന്റെ കുഞ്ഞിനെ സഹായിക്കാൻ ഇല്ലെന്ന് വരികിലും, നിന്റെ കരത്തിൽ ഒന്നുമില്ലെന്ന് വരികിലും, സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ നീ ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു, നിനക്കുന്നത് ഉപരിയായ നന്മയുണ്ട് കുഞ്ഞ്. അത് നിന്റെ കരത്തിൽ തന്നിന്റെ കണ്ണു നിറച്ച് മാനിപ്പാൻ എന്റെ യേശു മതിയായവനാ. അതുകൊണ്ട് അവന്റെ സന്നിധി കരയാൻ തുടങ്ങ്, അവന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങ്. എന്റെ കർത്താവിനോട് ചോദിക്കാൻ നീ തയ്യാറാക്. സ്വർഗം നിനക്ക് തന്നു നിറയ്ക്കും. ഉത്തരം.
വ്യക്തമായി പറയട്ടെ, പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ, സ്വത്രം അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ അവളുടെ കണ്ണുനീര് തോർന്നെങ്കിൽ, അവളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ വഴിയിൽ പോകുവാൻ ഇടവരത്തില്ല. ഇസ്രായേൽ ജനം അനുതപിച്ച് കരഞ്ഞപ്പോൾ സ്വർഗം അവരെ മിസ്രയീമിന്റെ അടിമത്തുനിന്ന് വിടുവിച്ചുവെങ്കിൽ, വിധവ ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ അവളുടെ തലമുറയുടെ കണ്ണുനീര് മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, മാനസികവും ശാരീരികമായി നീ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രോഗം നിന്നെ കടന്നു പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം നിന്റെ രോഗത്തിന് ശമനം തരുവാൻ, നിന്റെ തലമുറയുടെ ഭാവിക്ക് പൂർണ്ണത തരുവാൻ, നിന്റെ കൂട്ടാളുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മറുപടി തരുവാൻ എന്റെ യേശു മതിയായവനാ. വിശ്വസിക്കു കുഞ്ഞെ. ആരൊക്കെ മറന്നാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം കണ്ടില്ലെന്ന് വരികിലും എന്റെ യേശു നിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ടിരിക്കുക, നിന്റെ ഹൃദയത്തിൽ വേദന അറിഞ്ഞുകൊണ്ടിരിക്കുക. നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അവൻ നിനക്ക് വേണ്ടി ദൂതഗണത്തിന്റെ കാലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ രാത്രികാലം വിശ്വസിക്കുക, ഞാനത് പ്രാപിക്കുമെന്ന്. വായിക്കാം മത്തായി സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യം. സ്വത്രം ഇവിടെ വ്യക്തമായി കാണുന്നത്, സ്വത്രം ജാതിയായവൾ ദൈവത്തിന്റെ മഹത്വം കണ്ടെങ്കിൽ, ദൈവ പൈതലേ, നീ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണ്, നീ ദൈവ പൈതലാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന ദൈവമഹത്വം ഒരു മനുഷ്യന്റെ കണ്ണിനും കാണാൻ കഴിയാത്ത ഏറ്റവും മേത്രവും ശ്രേഷ്ഠകരവുമായതാണ്. വായിച്ചേ. Praise the Lord. ഒരു കനാന്യ സ്ത്രീ വന്ന് കർത്താവിനോട് പറയാണ്, കർത്താവേ എന്നെ സഹായിക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. സ്വത്രം എന്താണ് അവളുടെ ആഗ്രഹമെന്ന് അതിനെ മേലോട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സ്വത്രം തന്റെ മകൾക്ക് ഭൂത ഉപദ്രവം ബാധിച്ചു. സ്വത്രം തനിക്ക് ഏക മകളാണ്, ആ മകൾക്ക് ഭൂതം ബാധിച്ചു. അവൾ വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. പല വൈദ്യന്മാരുടെയും പല മന്ത്രവാദികളുടെ അടുക്കലൊക്കെ കൊണ്ടുപോയിട്ടും ശമനം കിട്ടിയില്ല. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു സൗഖ്യമാകുന്നു വിശ്വസിച്ചിട്ട്. കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ. സ്വത്രം ഈ നല്ല രാത്രി പറയട്ടെ, നീ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്നാൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം കണ്ടേ മടങ്ങിപ്പോകത്തുള്ളൂ. ലോകത്തിൽ വേറെ എവിടെ പോയാലും നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം കാണത്തുമില്ല. നിരാശയും നഷ്ടവും മാത്രമായിരിക്കും ബാക്കി നിൽക്കുന്നത്. എന്നാൽ കർത്താവിന്റെ സ്ഥലം നീ കടന്നു വന്നാൽ നീ ആഗ്രഹിക്കുന്ന മഹത്വത്തോടെ മടങ്ങുകയും. ഇവിടെ വ്യക്തമായി സ്വത്രം അവൾ കർത്താവിനോട് കൂടെ നിലവിളിച്ച് പറയുമ്പോൾ സ്വത്രം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം മക്കളുടെ അപ്പമെടുത്ത് നായിക്കുട്ടികൾക്ക് ആരും എറിഞ്ഞു കൊടുക്കാറില്ല. Praise the Lord. Praise the Lord. Praise the Lord. ഇന്ന് രാത്രികാലം പറയട്ടെ, ദൈവ പൈതലേ, നിന്റെ അവകാശം അത് നിന്റെ അവകാശത്തിൽ ഇരിക്കും. അത് മറ്റാർക്കും കൊടുക്കത്തില്ല. സർവശക്തന ദൈവം അത് നിനക്കും നിന്റെ സന്തതിക്കും വച്ചിരിക്കുന്നതാ. ആ അവകാശത്തിന് മേലെ ആരൊക്കെ അവകാശം പറഞ്ഞാലും സ്വർഗം അതിനൊക്കെ എടുത്തു മാറ്റി നിന്റെ അവകാശം നിനക്ക് തന്ന് നിന്നെ മാനിച്ച് നിന്നെ കണ്ണുനീര് തുടച്ച് നിന്നെ ഉയർത്തുവാൻ മതിയായവനാ നിന്നെ വിളിച്ച കർത്താവ്. അതുകൊണ്ട് ആ വിളിക്കനുസരിച്ച് ദൈവത്തോട് കൂടെ നിന്ന് നീ ഉയർച്ച പ്രാപിക്കും. സ്വത്രം ആ പ്രിയപ്പെട്ടവള് സ്വത്രം യേശു പറഞ്ഞ വാക്ക് കേട്ടിട്ട്, ഓ ഇനി നടക്കത്തില്ല, ഇനി സംഭവിക്കത്തില്ല, ഇനി ഞാൻ വെറുതെ ഇവന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് നോക്കിയില്ല, പുറകോട്ട് പോയില്ല. അതിന്റെ കാരണം അവൾക്കറിയാം കരുണയുള്ളവനാണ് ഈ കർത്താവെന്ന്. സ്വത്രം ദയയുള്ളവനാ ഈ കർത്താവെന്ന്, മനസ്സലിയുള്ളവനാ ഈ കർത്താവെന്ന്. സ്വത്രം മുട്ടിപ്പായി അവനോട് അപേക്ഷിച്ചാൽ അവൻ ഉപേക്ഷിക്കത്തില്ലെന്ന് ആ കനാന്യ സ്ത്രീക്ക് ഉറപ്പായി. സ്വത്രം കാലമിത്രയും നമ്മൾ കർത്താവിനെ ആരാധിച്ചിട്ടും പല കാര്യത്തിലും നമുക്ക് ഉറപ്പില്ല. സ്വത്രം അതിന്റെ കാരണം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമെങ്കിലും നോട്ടം മുഴുവൻ ലോകത്തിലോട്ടാണ്. സ്വത്രം ലോകക്കാർ പറയുന്ന വാക്ക് കേട്ടാ യാത്ര ചെയ്യുന്നത്. സ്വത്രം കർത്താവിന്റെ സന്നിധി വന്നിരിക്കുമ്പോഴും ലോകത്തെ കുറിച്ചുള്ള ചിന്തയാ. സ്വത്രം ആടെവിടെ, ഓ
ഓ, കാർ എവിടെ, വീട് എവിടെ, കോഴി എവിടെ, പട്ടി എവിടെ, സ്വത്രം. ആളിന്റെ ശരീരം ആലയത്തിനകത്തുണ്ട്, പക്ഷെ ചിന്ത മുഴുവൻ ലോകത്തില. പക്ഷെ അവളുടെ ചിന്ത യേശുവിലാ. കാരണം യേശു കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ തന്റെ മകൾക്ക് സൗഖ്യം വരും. സ്വത്രം. മടുപ്പിക്കുന്ന വാക്കുകൾ, നിരാശപ്പെടുത്തുന്ന വാക്കുകളൊക്കെ അവൾ കേട്ടു. പക്ഷെ അവൾ പിൻവാങ്ങാൻ തയ്യാറായില്ല. കാരണം അവൾക്കറിയാം, കരുണയുള്ളവനാ എന്റെ മുൻപിൽ ഇരിക്കുന്നവൻ, ദയയുള്ളവനെയാ ഞാൻ സേവിക്കുന്നത്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, അവൻ എനിക്ക് തരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. സ്വത്രം. ഓക്കെ, യേശു അത് പറഞ്ഞപ്പോൾ അവൾ പുറകോട്ട് നോക്കാതെ, സ്വത്രം, അവൾ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണേ. മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് നായിക്കുട്ടികൾ ജീവിക്കുന്നുവല്ലോ യജമാനനെ. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. ധനവാന്മാരുടെ ധനത്തിൽ പ്രശംസിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ പ്രശംസിക്കണം. സ്വത്രം. പ്രമാണിമാർ തങ്ങളുടെ പ്രമാണിത്വത്തിൽ പ്രശംസിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. സ്വത്രം. നീ ആഗ്രഹിക്കുന്ന മഹത്വം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമ്പോൾ ധനവാന്മാരും പ്രമാണിമാരും നിന്റെ മുമ്പിൽ തലകുനിക്കും. കാരണം ദൈവം നിന്നെ വിളിച്ചത് തല കുനിപ്പിക്കാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്താനാ. അങ്ങനെയാണ് ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ നിന്നെ നിന്റെ കൊച്ചുങ്ങളെ താത്തങ്ങ് കൊടുത്താൽ മതി. സ്വത്രം. അവൾ പറഞ്ഞ വാക്ക് കേട്ട് സർവശക്തനായ ദൈവം ആ കുഞ്ഞിന്റെ ഭൂതത്തെ ശാസിച്ചെന്ന് മാത്രമല്ല, യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, യെരൂശലേമിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. സ്വത്രം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കർത്താവ് എന്റെ പ്രശ്നത്തിന് പരിഹാരകനാണ് എന്ന് വിശ്വസിക്കണം. കർത്താവ് എന്നെ ഉയർത്താൻ മതിയായവനാണെന്ന് വിശ്വസിക്കണം. എന്റെ തലമുറയുടെ ഭാവിയെ ഉയർത്തുവാൻ മതിയാവണമെന്ന് വിശ്വസിക്കണം. എന്റെ കൂട്ടാളുടെ രോഗം മാറ്റാൻ മതിയാവണമെന്ന് വിശ്വസിക്കണം. എന്റെ സാമ്പത്തിക ശൂന്യത മാറ്റി നിറവ് തരാൻ മനസ്സുള്ളവൻ എന്റെ കർത്താവെന്ന് വിശ്വസിക്കണം. എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ എന്നെ മാനിച്ചു നിർത്താൻ മനസ്സുള്ളവൻ എന്റെ കർത്താവെന്ന് വിശ്വസിക്കണം. എന്നിട്ട് പൂർണ്ണ ഹൃദയത്തോടെ മഹത്വം ദൈവത്തിന് കൊടുക്കണം. ലോകത്തിൽ അവിടെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നതല്ല കൊടുക്കണത്, സർവശക്തന ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം വായിക്കാൻ കാണാം. അങ്ങനെ മഹത്വം കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ എന്ത് ലഭിക്കുമെന്ന്. ആവർത്തന പുസ്തകം 28:1. പ്രൈസ് ദി ലോർഡ്. എന്താണ്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നിശ്ചയോടെ കേട്ടനുസരിച്ചാൽ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ ഭൂമിയിലുള്ള സകലത്തിനും മീതെ നിന്നെ ഉന്നതനാക്കും. സ്വത്രം. ദൈവത്തിന്റെ വചനമനുസരിച്ച് അത് പ്രമാണിച്ചു നടന്നാൽ, സ്വത്രം 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 നമ്മൾ പ്രമാണിക്കുവോ, അനുസരിക്കുവോ? സ്വത്രം ഇല്ല. നമ്മളെല്ലാം പറയും, ആമയും പറയും, പക്ഷെ അനുസരിച്ച് നടക്കത്തില്ല, പ്രമാണിക്കത്തുമില്ല. സ്വത്രം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഉന്നതനാകാൻ ശ്രമിച്ചാലും ഉന്നതനാകാതെ താഴേക്ക് പോകുക. എന്നാൽ വചനം പറയുന്ന പ്രകാരം, യഹോവയെ ഭയപ്പെട്ടവന്റെ വചനപ്രകാരം നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും, അനുഗ്രഹിക്കപ്പെട്ടവളായിത്തീരും. സ്തോത്രം. വ്യക്തമായി പറയട്ടെ, ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസം അവൾ അത്ഭുതകരമായി കണ്ടെങ്കിൽ, സ്വത്രം, അവൾക്ക് പറയാനൊരു കാര്യമുണ്ട്. എല്ലാവരും തള്ളിക്കളഞ്ഞെങ്കിലും എന്റെ വാക്ക് കേട്ട് യേശു എന്നെ തള്ളിക്കളഞ്ഞില്ല. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ രാത്രി വ്യക്തമായി തിരിച്ചറിയണം, അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി തിരിച്ചറിയട്ടെ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം വാക്ക് മാറാത്തവനാകയാൽ അവന്റെ വിശ്വസ്തത നിന്റെ ജീവിതത്തിൽ
ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിന് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. വ്യക്തമായി പറയട്ടെ, യേശു കർത്താവ് സ്വത്രം 5 കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെടുമ്പോൾ ഹെരോദാവ് പീലാത്തോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. സ്തോത്രം. നോക്ക്, ഹെരോദാവ് പറയാണ്, സ്തോത്രം, പീലാത്തോസ് പറയുകയാണ്, ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ലോകം അവനെ കുറ്റം വിധിക്കുമ്പോൾ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകൊഴുകി ഒഴിയുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവ പൈതലേ നിന്നോട് പറയട്ടെ, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിന്റെ രക്തത്തിന് വീണ്ടെടുപ്പിന് മറുവിലയായി നീ ഇന്ന് ജീവിക്കുന്നെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവം നിന്നെ വെളിപ്പെട്ടു വരും കാലം വരെ പിശാച് നിന്നോട് പോരാടിക്കൊണ്ടിരിക്കും. അത് ഒന്നല്ല 9 വഴികളുടെ പോരാടും. പക്ഷേ 9 വഴിയുടെ അവൻ പോരാടിയാലും നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി സ്വർഗത്തിലെ അപ്പം തുറന്നു തരും. ആ വഴി നിന്നെ സംരക്ഷിക്കാനായി സ്വർഗീയ ദൂതന്മാരെ കാവലാക്കി നിർത്തും. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇന്ന് രാത്രികാലം പറയട്ടെ, ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും നിന്നെ മറക്കയില്ല, നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ നിന്നെ താഴ്ത്തിക്കൊടുക്ക്. അവൻ തക്ക സമയത്ത് ഉയർത്തി മാനിക്കും. ഇസ്രായേൽ ജനം വിടുതൽ പ്രാപിച്ച് മരുഭൂമിയുടെ കടന്നു വരുമ്പോൾ സ്വത്രം അവർ ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുക. വ്യക്തമായി പറയട്ടെ, മോശയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്വത്രം, ഞങ്ങളെ ആ ഇഷ്ടിക കളത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നത് ഈ ചെങ്കടലിന്റെ മുൻപിലിട്ട് കൊന്നുകളയാനാണോ? സ്വത്രം, നടന്നു വന്ന വഴിയിൽ ദൈവം കരുതി നടത്തിയ വിധങ്ങളെ മറന്നുപോയി. സ്വത്രം, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറന്നുപോയി. ദൈവം കൊടുത്ത നന്മകളെ മറന്നുപോയി. സ്വത്രം, കാല് തേഞ്ഞു പോകാതെ, ഉടുപ്പ് പഴകിപ്പോകാതെ, സ്വത്രം ജീവിതത്തിന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കി ഈ ചെങ്കലന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ പിറുപിറുക്കുവാൻ മാത്രമാണ് ഇസ്രായേൽ ജനം തയ്യാറായത്. എന്നാൽ മോശ പറയുന്ന ഒരു കാര്യം, യഹോവേ, ഈ ജനം പിറുപിറുക്കുന്നു, ഞാൻ എന്തു ചെയ്യണ്ടു? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്ക്, പിറുപിറുക്കുന്ന ജനത്തിന്റെ വാക്ക് കേട്ടിട്ട് മോശ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശേ, അവരെ ഇവിടിട്ട് കൊല്ലാനല്ല, ഞാൻ അവർ നിന്നോട് പറഞ്ഞ വാക്തത്വമുണ്ടല്ലോ, അത് അവരുടെ മേൽ നിവർത്തിക്കണമെന്ന് നിന്റെ കരത്തിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, മോശ പിന്നെ മടിച്ചില്ല. നിങ്ങളോട് വ്യക്തമായി പറയാം, കർത്താവ് നിങ്ങളൊരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ വാക്തത്വത്തിൽ നിന്ന് മാറത്തില്ല. ആ വാക്തത്വം നിവർത്തി പ്രാപിക്കും വരെയും നിങ്ങളുടെ കൂടെ നിൽക്കും. അവർ ആ ചെങ്കടൽ വിഭാഗിച്ച് അവർ അക്കരെ കടക്കുമ്പോൾ സ്വത്രം അവരൊരു പാട്ട് പാടി. സ്വത്രം, ആ പാട്ട് വേറൊന്നുമല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല, എന്റെ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. വ്യക്തമായി പറയട്ടെ, ആ പാട്ട് സ്വർഗം കേട്ടു. സ്വത്രം. എന്നാൽ പാട്ടുപാടിയവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അന്നുവരെയും അവരെ ഞെരിക്കെ ശത്രു ചെങ്കടലിൽ മുങ്ങിത്താഴുന്നതാ കണ്ടത്. പക്ഷെ ആ കണ്ട ജനം ദൈവത്തോട് മത്സരിച്ചു, മോശയോട് മത്സരിച്ചു. സ്വത്രം. അതുകൊണ്ട് എന്ത് പറ്റി? സ്വത്രം, അവർ വീണ്ടും കഷ്ടത്തിൽ ചെന്ന് വീഴുവാനിടയായി. സ്വത്രം, അവരിലാരും വാഗ്ദത്ത നാട് കണ്ടില്ല. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പുറപ്പോട് വ്യക്തമായി പറയട്ടെ, എന്റെ യേശുപ്പൻ നിങ്ങളോട് ചെയ്ത വാഗ്ദത്ത നിവർത്തി പ്രാപിക്കും കാലം വരെയും ലോകത്തിന്റെ മോഹങ്ങളിൽ വീണ് തകർന്നു പോകാതെ വചനം പറയുന്ന പ്രകാരം ദൈവത്തെ അനുഗമിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭതുറമുഖത്ത് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കത്തില്ല, നിങ്ങളുടെ തല ഉയർന്നിരിക്കും. എന്റെ കർത്താവ് നിങ്ങളുടെ തല കുനിപ്പിക്കാനല്ല നിങ്ങളെ വിളിച്ചത്. നിന്റെ തല കുനിപ്പിച്ച ശത്രുവിന് മുമ്പാകെ നിന്റെ തല ഉയർത്താനാ വിളിച്ചത്. അങ്ങനെ ഉയർത്തുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറ, നീ ഒഴികെ ഒരു നന്മയിലില്ല കർത്താവേ, നിന്റെ ഇഷ്ടമെന്ന് നിവർത്തിപ്പാൻ അടിയനിതാ എന്ന് പറഞ്ഞ് ദൈവകരത്തിൽ വിട്ടുകൊടുക്ക്. വ്യക്തമായി പറയട്ടെ, ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചു. മോശ അവർക്ക് വേണ്ടി ഇടിവ് നിന്നു. സ്വർഗത്തിലെ ദൈവം
മോശയുടെ പ്രാർത്ഥനയായിട്ട് മറുപടി കേട്ട് ആ ജനത്തെ വിടുവിപ്പാൻ മനസ്സലിവ് തോന്നിയെങ്കിൽ, പ്രിയ മാതാവേ, പിതാവേ, നിന്റെ തലമുറയ്ക്കു വേണ്ടി നീ കരയാൻ തയ്യാറാകുമെങ്കിൽ, ദൈവസനിൽ മുഴങ്കാലും അടക്കാൻ തയ്യാറാകുമെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ, കർത്താവ് നിന്റെ തലമുറയെ മാനിച്ചുയർത്തുന്ന കാലം വരും. അന്ന് നിന്റെ നാവ് സ്തുതിയും ആരാധനയും ഉയർത്തുന്നതായി മാറും. ഇപ്പോഴൊരു പക്ഷേ നീ തേങ്ങി കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ച് നിലവിളിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മോനെ, മോളെ, നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണുനീരിന്റെ കാലം മാറാൻ പോകുകയാ. നിന്റെ നിലവിളിയുടെ നാളുകൾ തീരാൻ പോകുകയാ. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിന്റെ മുൻപാകെ കടന്നു വരാൻ പോകുകയാ. അതുകൊണ്ട് നീ ഇടത്തും വലത്തും നോക്കാതെ നിന്നെ വിളിച്ച് അവന്റെ സന്നിധിയിലേക്ക് നോക്കി നിന്റെ ആവശ്യങ്ങളെ അറിയിക്കാത്രേ വേണ്ടത്. ഇന്നലെ രാത്രിയിൽ വ്യക്തമായും കൂടെ പറയട്ടെ, ആരൊക്കെ നിങ്ങളെ എവിടെയൊക്കെ അപമാനിച്ചു താഴ്ത്തിക്കെട്ടിയാലും നിന്റെ അപമാനത്തെ അഭിമാനമാക്കി മാറ്റി ഉയർത്തുന്ന നാളുകൾ അധികം വിദൂരമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക. ഇന്നയോളം നിന്നെ കരുതിയ ദൈവം ഇനിയും കരുതുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക. അവൻ നിന്നെ ഉയർത്തുമ്പോൾ നിന്റെ ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടും. ജീവിതത്തിൽ പലപ്പോഴും നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നി നീ നിലവിളിച്ച സമയങ്ങളുണ്ട്. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ഒരിക്കലും ഇനി ലഭിക്കയില്ല എന്ന് പറഞ്ഞ് നീ വിങ്ങിപ്പൊട്ടി കരഞ്ഞ നാളുകളുണ്ട്. പക്ഷേ ആ തേങ്ങലുകളും വിങ്ങലുകളും എല്ലാം കണ്ട എൻ്റെ അപ്പൻ നിന്നെ ഇന്നയോളം കരി നടത്തിയെങ്കിൽ നീ ഇനി കാണാൻ പോകുന്നത് കണ്ണുനീരിന്റെ കാലങ്ങളല്ല, സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ നാളുകളാണ്. ദൈവത്തിന്റെ വചനം 125 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ കൂടപ്പുറപ്പേ, ഇന്നലെ വരെ നിന്റെ തലമുറയോർത്ത് നീ കരഞ്ഞില്ലേ? ഇന്നലെ വരെ നിന്റെ കൂട്ടാളിയോർത്ത് കരഞ്ഞില്ലേ? ഇന്നലെ വരെ നിന്റെ ഭവനത്തിന്റെ ശൂന്യത കണ്ടിട്ട് നീ കരഞ്ഞില്ലേ? അതിന്റെ മറുപടി സ്വർഗം തരാൻ പോവുക. വിശ്വസിക്കുന്നൊരു ആമേൻ പറ. കർത്താവ് പൂർണ്ണമായും നിന്റെ കണ്ണുനീര് തുടച്ച് മാനിക്കാൻ സമയമായിരിക്കുക. അതുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് അന്ത്യത്തോളം ഞാൻ അവനെ ജീവിക്കുമെന്ന് പറഞ്ഞ് ദൈവസേന നില്ല്. പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചിന്തിച്ച് ഊടാടി സഞ്ചരിച്ച് നിന്റെ അടുക്കൽ വരുമ്പോൾ നീ നിന്നെ തൊടാതെ വണ്ണം എന്റെ സർവശക്തൻ തന്റെ ദൂതഗണത്തെ കൊണ്ട് കാവൽ ചെയ്യുമെന്ന് വിശ്വസിക്കുക. എന്നിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക. നന്ദി അപ്പ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ കാണാത്ത സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.